أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. മനുഷ്യർക്കാകമാനം മാർഗദർശകമായും സുവ്യക്തമായ സന്മാർഗ പ്രമാണങ്ങളായും സത്യാസത്യങ്ങളെ വേർതിരിച്ചു കാണിക്കുന്ന ഉരകല്ലായും ഖുർആൻ അവതരിച്ച മാസമാകുന്നു റമദാൻ. അതിനാൽ ഇനി മുതൽ നിങ്ങളിൽ ആർ ആ മാസം ദർശിക്കുന്നുവോ അവൻ ആ മാസം മുഴുവൻ വ്രതമനുഷ്ഠിക്കേണ്ടത് നിർബന്ധമാകുന്നു. രോഗിയോ യാത്രക്കാരനോ ആയവൻ മറ്റു നാളുകളിൽ നോമ്പ് എണ്ണം തികക്കട്ടെ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഇച്ഛിക്കുന്നത്, ഞെരുക്കം ഇച്ഛിക്കുന്നില്ല. നിങ്ങൾക്ക് നോമ്പിന്റെ എണ്ണം തികക്കാൻ സാധിക്കുന്നതിനും അള്ളാഹു സന്മാർഗം നൽകി ആദരിച്ചതിന്റെ പേരിൽ നിങ്ങൾ അവന്റെ മഹത്വം അംഗീകരിച്ചു പ്രകീർത്തിക്കേണ്ടതിനും അവനോട് കൃതജ്ഞതയുള്ളവരായിത്തീരുന്നതിനും വേണ്ടിയത്രേ അവൻ ഈ രീതി നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന അമലുകളായി നമ്മുടെ ഉദ്യമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലുള്ള നമ്മുടെ ഖുർആൻ പഠനത്തിൽ നമുക്ക് കിട്ടുന്ന വിജ്ഞാനം, അള്ളാഹുവിന്റെ ഈ ഹുദ നമുക്കത് ശരിയായി ജീവിതത്തിൽ സന്മാർഗമായി മാറുകയും അങ്ങനെ പരലോകത്ത് ശാശ്വതമായ ആ വെളിച്ചത്തിലേക്ക് സ്വർഗമാകുന്ന ആ പൂന്തോട്ടത്തിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 184 ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ചർച്ച ചെയ്തത്. ഇന്ന് 185-ാമത്തെ ആയത്ത്, അതായത് റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ ആഹ്ല റമദാനിൽ അധികവും നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 185, 184, 85 ആയത്തുകൾ റമദാനിനെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ്. ഖുറാനിലെ ആകെ ഒരൊറ്റ തവണയാണ് റമദാൻ എന്ന് പറയുന്നത് വരുന്നത്, ഷഹ്റു റമദാൻ. ഈ ഒരു ആയത്താണ് 185-ാമത്തെ ആയത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില, അതായത് ഷഹർ, നീ വാക്കർത്ഥത്തിലേക്ക് നോക്കാം. ഷഹർ മാസം, ഷഹർ അഷ്ഹുർ, ഷഹർ മാസം, അഷ്ഹുർ എന്ന് പറഞ്ഞാല് മാസങ്ങൾ. റമദാൻ റമദാൻ മാസം, റമദാൻ എന്ന് പറയുന്ന അറബി മാസത്തിലെ 12 മാസത്തിലെ ഒരു മാസമാണ് റമദാൻ അല്ലെ. അതില് ഷഹ്റു റമദാൻ, റമദാൻ മാസം എന്ന് പറയുന്നത് ആ മാസം ഷഹ്റു റമദാൻ. അല്ലദീ, എങ്ങനെയുള്ള മാസം, അല്ലദീ എങ്ങനെയുള്ള, ഉൻസില ഇറക്കപ്പെട്ടു, അൻസല ഇറങ്ങി, ഉൻസില ഇറക്കപ്പെട്ടു. അൻസലയുടെ പാസീവാണ് ഉൻസില, ആ എന്നുള്ളത് ഊ ആക്കിയാൽ ഇറക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ഉൻസില ഇറക്കപ്പെട്ടു, ഫീഹി അതിൽ, ഏതിൽ, ആ റമദാൻ മാസത്തിൽ, ഷഹ്റു റമദാനിൽ, ഫീ എന്ന് ഇൽ ഹി അത്, അപ്പൊ ഫീഹി അതിൽ, ആ റമദാനിൽ, അൽ ഖുർആനു ഖുർആൻ ഇറക്കപ്പെട്ട അതിൽ, അതായത് ഷഹ്റു റമദാൻ റമദാൻ മാസം, അല്ലദി എങ്ങനെയുള്ളതാണ്, ഉൻസില ഫീഹിൽ ഖുർആൻ ആ മാസത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാകുന്നു. അതെന്തിനാണ് ഖുർആൻ ഹുദയായിട്ട്, ഹുദൽ ലിന്നാസ് ജനങ്ങൾക്ക്, ഹുദ സന്മാർഗമായിട്ട് നമ്മൾ പേരിടാറുണ്ട് അല്ലെ, ഹുദ എന്നൊക്കെ. ഹുദ എന്ന് പറഞ്ഞ സന്മാർഗം, മാർഗദർശനം, ഹുദ. അപ്പൊ ഹുദൽ ലിന്നാസ്, ലി എന്ന് പറഞ്ഞ ടു, നാസ് ജനങ്ങൾ, ജനങ്ങളുടെ സിംഗുലർ ആണ് ഇൻസാൻ അല്ലെ.
ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അപ്പൊ അതിന്റെ പൂർണ്ണ അന്നാസ്. ഹുദ ജനങ്ങൾക്ക് അത് ഹുദയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ആൻഡ് ബയ്യിനാത്ത് മിനൽ ഹുദ സന്മാർഗത്തിന്റെ വിവരണമായിട്ടുമാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അതായത് സന്മാർഗം എന്താണെന്നുള്ളതിന്റെ ധർമ്മവും അധർമ്മവും കൃത്യമായി വിവരിച്ചുകൊണ്ടുള്ള ബയ്യിനാത്ത്, അതിന്റെ തെളിഞ്ഞ പ്രമാണങ്ങൾ. ബയ്യിന എന്ന സൂറത്ത് ബയ്യിന ഇല്ലേ, ബയ്യിന എന്ന് വ്യക്തമായ അല്ലേ, ബയ്യിന ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഖുർആനില്. അപ്പൊ ബയ്യിനാത്ത് പിന്നെ വ്യക്തമായ പ്രമാണങ്ങൾ അല്ല, വ്യക്തമായിട്ടുള്ളത് മിനൽ ഹുദ. മിന എന്ന് പറഞ്ഞ ഫ്രം അൽ ഹുദ, ഹുദയിൽ നിന്നുള്ള സന്മാർഗത്തിൽ നിന്നുള്ള ഒരുപാട് തെളിഞ്ഞ പ്രമാണങ്ങളും ഉള്ള അത് ജനങ്ങൾക്ക് മാർഗദർശനമായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ അതായത് ഈ ഖുർആൻ എന്ന് പറയുന്നത് ഒരു ബയ്യിനാത്താണ്, മുഴുവൻ സന്മാർഗത്തിൽ നിന്നുള്ള ബയ്യിനാത്ത്, തെളിഞ്ഞ പ്രമാണങ്ങളാണ് ഖുർആൻ മുഴുവൻ ഉള്ളത്. അപ്പൊ അത് എന്തിനായിട്ടാണ് അത് ഇറങ്ങിയിരിക്കുന്നത്? ഹുദൻ ലിന്നാസാണ്. ആ പ്രമാണങ്ങൾ വെച്ചിട്ട് ഈ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഖുർആനിൽ എന്ത് മാത്രല്ല, വൽ ഫുർഖാനും ഉണ്ട്, ബയ്യനാത്തിൻ മിനൽ ഹുദയും ഉണ്ട്, പ്ലസ് വൽ ഫുർഖാനും ഉണ്ട്. ഫുർഖാൻ എന്ന് പറയുന്ന ഖുർആന്റെ മറ്റൊരു പേരാണ് അല്ലെ, ഫുർഖാൻ. എന്താണ് ഫുർഖാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഫറഖ എന്നുള്ള, അതായത് ഫരീഖ് എന്നൊക്കെ പറയില്ല, ആ വാക്ക് സത്യാസത്യം വിവേചിച്ചറിയുന്ന, വേർതിരിക്കുന്ന. സത്യാസത്യ വിവേചകം എന്ന് പറയുന്ന സത്യവും അസത്യവും കൂട്ടിച്ചേർത്തിട്ടാട്ടോ. സത്യാസത്യ വിവേചകം എന്ന് പറയുന്നത് അസത്യം പ്ലസ് അസത്യം വിവേചിക്കുന്ന എന്നുള്ള അർത്ഥം. അതായത് ധർമ്മത്തെയും അധർമ്മത്തെയും അല്ലെങ്കിൽ സത്യത്തെയും അസത്യത്തെയും എന്താണെന്ന് കൃത്യമായി വേർതിരിച്ച് കാണിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നതിന്റെ പേരിലാണ് ഖുർആനിനെ അൽ ഫുർഖാൻ എന്ന് പറയുന്നത്. അപ്പം അതായത് പിന്നെ ശരിയായ വഴിയും ദലാലത്തും ശരിക്ക് കാണിക്കും, അല്ലെ ഹിദായത്തും, ഏതാണ് സന്മാർഗം ഏതാണ് ദുർമാർഗം എന്ന് കൃത്യമായി കാണിക്കുന്ന ഗ്രന്ഥമാണ് അൽ ഫുർഖാൻ. അപ്പൊ ഈ ഗ്രന്ഥത്തിൽ എന്തുണ്ട്? വൽ ബയ്യിനാത്തും മിനൽ ഹുദയും ഉണ്ട്, വൽ ഫുർഖാനും ഉണ്ട്. സത്യാസത്യ വിവേചകമായിട്ടും പിന്നെ കുറെ സന്മാർഗത്തിന് വിവരണങ്ങളുമായിട്ടാണ് ഖുർആൻ ഈ ജനങ്ങൾക്ക് സന്മാർഗമായിട്ട് ഇറങ്ങിയത്. ഏത് മാസം? ഷഹ്റു റമദാനിൽ. ഇനി അള്ള പറയാണ്, അതുകൊണ്ട് ഫമൻ അപ്പോൾ, അതിനാൽ, മൻ ആര്, ഷഹിദ സാക്ഷിയായി. ഷഹീദ് എന്ന് പറഞ്ഞ പറയാറില്ല, ഷഹീദ് എന്ന് എന്താ? രക്തസാക്ഷിക്കാണ് ഷഹീദ് എന്ന് പറയുന്നത്. ഷഹീദ് എന്ന് പറഞ്ഞ രക്തം കൊണ്ട് ഇസ്ലാമിന് വേണ്ടി പൊരുതി സാക്ഷ്യം വഹിച്ചവൻ, സത്യസാക്ഷ്യം വഹിച്ചവൻ, സ്വന്തം ശരീരം കൊണ്ട് സാക്ഷ്യം വഹിച്ചത് ഷഹീദാണ്. പിന്നെ ഷഹീദ് എന്ന സാധാരണ പൊതുവെയുള്ള സാക്ഷികൾക്ക് അവൻ അതിന് ആ ഒരു സംഭവത്തിന് അയാൾ ഷഹീദ് എന്ന് അയാൾ സാക്ഷിയാണ്. ഷഹീദ്. അപ്പൊ ഇതുപോലെ ഷഹിദ എന്ന് പറയുന്നത് അതിന്റെ വെർബാണ്. ഷഹിദ സാക്ഷിയായി. ഇനി ആരെങ്കിലും ഷഹിദ സാക്ഷിയായി, മിൻ കും നിങ്ങളിൽ നിന്നുള്ള, മിൻ ഫ്രം കും നിങ്ങൾ, അല്ലെ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന സലാം അലൈക്കും എന്ന് പറഞ്ഞ നിങ്ങളുടെ മേൽ, അതുപോലെ മിൻ കും നിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും സാക്ഷിയായാൽ അഷഹ്റ ഏത് ആ മാസത്തിന്, ഏത് ഷഹ്റു റമദാനെ കുറിച്ചാ പറയുന്നത്, ആ മാസത്തിൽ. അപ്പോൾ മൻ ആരെങ്കിലും ഷഹിദ സാക്ഷിയായി, മിൻകും നിങ്ങളിൽ നിന്നുള്ള ഷഹ്റ ആ മാസം, ഫല്യസും. അപ്പൊ അള്ള പറയാണ്, അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിക്കുകയാണ്, ആ മാസം മരിച്ചു പോലെ അപ്പോ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫല്യസും അപ്പോൾ അവൻ ചെയ്യട്ടെ. എന്ത് ചെയ്യട്ടെ? യസും അല്ലെ, സൗമ് അല്ലെ, സൗമ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പാണ് അല്ലെ, സൗമ്. അപ്പൊ ആ നോമ്പിന്റെ ഇതിന്റെ ആണ് നമ്മളെ യസും എന്ന് പറയുന്ന നോമ്പ് നോൽക്കുന്നതിനാ പറയാ സൗമ്. അതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ സാമ യസൂമു എന്നുള്ളതാണ്. സാമ സിയാമ് എന്നൊക്കെ നമ്മൾ പറയാലോ, സൗമ് സിയാമ് എന്നൊക്കെയാണ് നോമ്പിനുകൾ പറയുക. അപ്പൊ സാമ യസൂമു എന്നുള്ള, അപ്പൊ യസും അവൻ എന്താണ്? ആ മാസം വ്രതമനുഷ്ഠിക്കണം. യസുംഹു അപ്പൊ അവൻ ആ മാസം വ്രതമനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഏതൊരു പ്രയോഗമാണ്. ഫൽ യസും അവൻ ചെയ്തു കൊള്ളട്ടെ. ഫൽ അമൽ എന്നൊക്കെ ഖുർആനിൽ പറയാറില്ലേ, അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. അങ്ങനെ കുറെ ഉണ്ട്. ഫല്യഅ്ബുദ് എന്നൊക്കെ പറഞ്ഞ അവൻ ആരാധിക്കട്ടെ. അങ്ങനെ ഫല്യസും അവൻ അവൻ ആ മാസം, ആ എന്ന് പറയുന്ന ഇവിടെ എന്താണ്? അതിൽ നിന്നുള്ള ആ മാസത്തിൽ എന്താണ്? നോമ്പ് നോൽക്കട്ടെ.
ഈ വമൻ കാന എന്നിട്ട് അള്ളാഹ് പറയാണ് അതായത് ഏതൊരു ജീവിക്ക് ആ മാസത്തിൽ ഷഹിദയായ ആ മാസത്തിൽ ജീവിതം കൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാള് പിന്നെ എന്തായാലും അള്ളാഹ് ഫർളായിട്ട് പറയാണ് നിങ്ങൾ അവിടെ നോമ്പ് നോൽക്കണം. എന്നിട്ട് അള്ളാഹ് പറയാണ് ഒരു ഇളവ് അവിടെ, എന്നിട്ട് ഒരു ഇളവ് പറയണം വമൻ കാന മരീദൻ ആൻഡ് മൻ ആരാണോ ആരെങ്കിലും കാന ആയി മരീദൻ എന്തായി രോഗിയായി, മറത് രോഗം ല്ലേ, മരീദ് എന്ന് പറഞ്ഞ പേഷ്യന്റ്, രോഗിക്കാ പറയാ മരീദ്. അപ്പൊ ആരെങ്കിലും മരീദായാൽ രോഗിയായാൽ ഔ അല്ലെങ്കിൽ ഔ എന്ന് പറഞ്ഞ ഓർ അലാ സഫർ അല എന്ന് പറഞ്ഞ ഓൺ, സഫർ എന്ന് പറഞ്ഞ യാത്ര അല്ലെ, സഫർ മുസാഫിർ എന്ന് പറഞ്ഞ യാത്രക്കാരല്ലേ, കഴിഞ്ഞ ആയത്തിൽ അത് പഠിച്ചിരുന്നു, സഫർ യാത്ര. ഇനി ആരെങ്കിലും മരീബായാൽ അതായത് രോഗിയായാൽ അല്ലെങ്കിൽ എന്താണ് അലാ സഫർ ഒരു യാത്രന്റെ മേലെയാണ്, യാത്രയിലാണ് അവൻ. അപ്പോൾ ഇദ്ദത്ത് എണ്ണം മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിവസങ്ങളിൽ. അപ്പൊ ഇദ്ദത്തുൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ എന്ത് ചെയ്യണം, ഇദ്ദ എന്ന് പറഞ്ഞ എണ്ണാണ് അല്ലെ, ഇദ്ദത്ത് എണ്ണം. അതത് എന്നൊക്കെ പറയാറുണ്ട്. മിൻ എന്ന് പറഞ്ഞ ഫ്രം, അയ്യാം എന്ന് പറഞ്ഞ യൗമിന്റെ പ്ലൂരലാണ് അയ്യാം എന്ന് പറഞ്ഞ ദിവസങ്ങൾ. അയ്യാമിൻ ഉഹർ എന്ന് പറഞ്ഞ എന്താ, മറ്റൊരു എന്നുള്ളതാണ്, മറ്റൊരു. ആഹിർ എന്ന് പറഞ്ഞ എന്താണ്, അവസാനം. അല്ല ആഹിറ എന്ന് പറഞ്ഞ പരലോകങ്ങൾ. ഉഹർ എന്ന് പറയുന്നത് വേറെ, അനദർ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അയ്യാമിൻ ഉഹർ വേറെ ഒരു ദിവസങ്ങളിൽ അദ്ദേഹം എണ്ണം തികച്ചു കൊള്ളട്ടെ. അപ്പൊ ഇവിടെ അള്ളാഹ് പറഞ്ഞാൽ എന്താണ്, ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. ഷഹ്റു റമദാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതെങ്ങനെയുള്ള മാസമാണ്, ഉൻസില ഫീഹിൽ ഖുർആൻ, അതിൽ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഹുദൽ ലിന്നാസി ജനങ്ങൾക്ക് സന്മാർഗമായിട്ട്, വബയ്യിനാത്തിൻ മിനൽ ഹുദ ഖുർആൻ എങ്ങനെയാണ്, ബയ്യിനാത്ത് ഹുദയിൽ സന്മാർഗത്തിൽ നിന്നുള്ള ഒരുപാട് തെളിഞ്ഞ പ്രമാണവുമായിട്ടാണ് ഖുർആനുള്ളത്. വൽ ഫുർഖാനും അത് സത്യാസത്യ വിവേചകമായിട്ടുമാണ് ഖുർആനുള്ളത്. ഫമൻ ഷഹിദനി ആരെങ്കിലും മിൻകും നിങ്ങളിൽ നിന്ന് അശ്ശഹറ ആ മാസത്തിൽ ഷഹിദയായാൽ സാക്ഷിയായാൽ ഫൽയസുംഹ് അപ്പോൾ ആ മാസം അവൻ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഇനി വമങ്കാന മിൻകും നിങ്ങളിൽ ആരെങ്കിലും ആയാൽ എന്ത്, മരീദൻ രോഗി, അല്ലെങ്കിൽ അലാ സഫർ ഒരു യാത്രമേലാണ്, അതിൽ യാത്രയിലാണ്, ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖ്റ അപ്പോൾ അയാൾ എന്ത് ചെയ്യട്ടെ, വേറൊരു ദിവസങ്ങളിൽ അത് എണ്ണം പൂർത്തിയാക്കട്ടെ. എന്നിട്ട് അള്ളാഹ് പറയാണ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസർ വലാ യുരീദു ബിക്കുമുൽ ഉസർ. യുരീദുല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നു, അറാദ യുരീദു, അറാദ എന്ന് പറഞ്ഞാൽ എന്താണ്, അറാദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു, യുരീദു ഉദ്ദേശിക്കുന്നു. ഇനി ആരെങ്കിലും അല്ല, യുരീദുല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നു. അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്, ബിക്കും നിങ്ങൾക്ക് എന്താണ്, യുരീദുല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നു, ബിക്കും നിങ്ങൾക്ക്, അൽ യുസർ എന്ന് പറഞ്ഞാൽ ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഉസ്ർ എന്ന് പറഞ്ഞാൽ അയിന് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രയാസം, ഹാർഡ്ഷിപ്പിനാ പറയാ. യുസർ എന്ന് പറഞ്ഞാൽ എളുപ്പം, യാന്ന് വെച്ച് പറഞ്ഞാൽ എളുപ്പവും, അയിന് വെച്ചാൽ ഉസ്ർ എന്ന് പറഞ്ഞ പ്രയാസം. അപ്പൊ നമുക്ക് അയിന് പറയാൻ തന്നെ കുറച്ച് പ്രയാസമല്ലേ, അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി അതിന്റെ അർത്ഥം. ഉസ്ർ എന്ന് പറഞ്ഞ പ്രയാസം, യുസർ എന്ന് പറയാൻ എളുപ്പമല്ല, അപ്പൊ യുസർ എന്ന് പറഞ്ഞാൽ എളുപ്പം എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ യുരീദുല്ലാഹു ബിക്കും നിങ്ങൾക്ക് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്, അൽ യുസ്റാണ് ഉദ്ദേശിക്കുന്നത്, എളുപ്പം, ആശ്വാസം. വലാ യുരീദു ആൻഡ് ലാ യുരീദു അള്ളാഹ് ഉദ്ദേശിക്കുന്നില്ല, ഇല്ലാ യുരീദു അവൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ലാ യുരീദു അവൻ ഉദ്ദേശിക്കുന്നില്ല, ബിക്കും നിങ്ങൾക്ക് എന്ത്, അൽ ഉസ്ർ പ്രയാസം, നിങ്ങൾക്ക് പ്രയാസം അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ് ആൻഡ് ലീ, എന്തിന്, ലീ എന്ന് പറഞ്ഞാൽ 4 or 2 എന്നാണ്, തുക്മിലു എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക, കാമിൽ എന്നൊക്കെ പറയാറില്ല, പൂർത്തീകരണം, കംപ്ലീറ്റ് എന്നുള്ളതിന് കാമിൽ. അപ്പൊ തുക്മിലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂർത്തീകരിക്കാൻ, അല്ലെ ഇദ്ദ ആ എണ്ണം. അതായത് നമുക്ക് അള്ളാഹു ഒരു എളുപ്പം തരികയാണ്. എന്താ ഇവിടുത്തെ അന്നത്തെ എളുപ്പം എന്താണ്, ഇപ്പൊ ഒരു മാസം നിങ്ങൾ ഏതൊരാള് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ മാസം എന്തായാലും 30 നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാസം രോഗിയായ ആളുകൾ ഉണ്ടാവും, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ നോമ്പെടുക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അള്ളാഹ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹ് ഒരു ഇളവ് തന്നതാണ്, ആ മാസം നിങ്ങൾക്ക് വയ്യെങ്കിൽ ചെയ്യണ്ട, പക്ഷെ നിങ്ങൾ എണ്ണം വേറെ ദിവസങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ എന്താവും, നമുക്കത് പൂർത്തീകരിക്കാൻ ഒരു അവസരം അള്ളാഹ് തരികയാണ്. അല്ലെങ്കിൽ എന്താണ്, മാനസികമായിട്ട് ഭയങ്കര വിഷമാവും, നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളുകൾക്ക്. ആ മാസം എല്ലാവരും നോമ്പ് നോൽത്തിരിക്കുക, നമുക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല, നമുക്കത് നഷ്ടപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് പ്രയാസം. പക്ഷെ അള്ളാഹ് സാരമില്ലാതെ നിങ്ങൾ
വേറെ ദിവസങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ ഞാൻ അവസരം തന്നിരിക്കുന്നു എന്ന് അള്ളാഹ് പറഞ്ഞത് കൊണ്ട് എന്താണ് നമുക്ക് അവിടെ പ്രതിഫലം നഷ്ടപ്പെടാതെ അത് 30 ദിവസം എണ്ണം നോമ്പെടുത്ത ഒരാളുടെ പുണ്യം തന്നെ കിട്ടുകയാണ്. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതൊരു നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണം ഈ ഒരു ഇങ്ങനെ ഒരു അള്ളാഹു ഒരു വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. വലി തുക്കബിറു എന്തിനാണ് നോമ്പ് പിന്നെ ഇങ്ങനെ ആക്കിയത്? വലി തുക്കബിറു അള്ളാഹുവിനെ തക്ബീർ ചെല്ലാണ്. തക്കബർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകീർത്തിക്കുക, മഹത്വപ്പെടുത്തുക. തക്ബീർ എന്ന് പറയാറില്ലേ? അള്ളാഹുവിനെ ഇതിനാണ് പറയുക, മഹത്വപ്പെടുത്തുന്ന തക്ബീർ. വലി തുക്കബിറു അത് ആ ഒരു അതിന്റെ വെർബാണ്. തുക്കബിറു തുക്കബിർ എന്ന് പറഞ്ഞാൽ തക്ബീർ. ഒരു മിനിറ്റ്. തുക്കബിറുവിൻ്റെത് കബീർ കബിറ യുക്കബിറു യുക്കബിറു തുക്കബിറു ആണ്. അലാ മാ ഹദാക്കും എന്തിനാണ് അള്ളാഹിനെ മഹത്വപ്പെടുത്തുന്നത്? അലാ ഓൺ മാ ഹദാക്കും നിങ്ങൾക്ക് നിങ്ങളെ നിർമാർഗത്തിലാക്കിയതിന്. ഹദാക്കും അള്ളാഹു ഹദാക്കും എന്ന് പറഞ്ഞാല് നിങ്ങളെ നിർമാർഗത്തിലാക്കി എന്നുള്ളതാണ്. ഹദ എന്നുള്ള വെർബായിട്ട് അവിടെ യൂസ് ചെയ്യും. നിങ്ങൾ നിർമാർഗത്തിലാക്കി, എന്നിട്ട് അള്ളാഹു നിങ്ങളെ നിർമാർഗത്തിലാക്കിയതിന് നിങ്ങൾ മഹത്വപ്പെടുത്താനും കൂടിയാണ് ഈ റമളാൻ മാസത്തിലെ നോമ്പ് എന്നാ പറഞ്ഞു വരുന്നത്. വല അല്ലക്കും തഷ്കുറൂൻ, വല അല്ലക്കും നിങ്ങളായിത്തീരാൻ, തഷ്കുറൂൻ നന്ദിയുള്ളവർ. എന്തിനാണ് നന്ദി? നമുക്ക് അന്ധകാരത്തിൽ നടക്കുന്ന മനുഷ്യ സമൂഹത്തിന് സന്മാർഗം കാണിച്ചു ഖുർആൻ ഇറക്കിക്കൊണ്ട് സന്മാർഗം കാണിച്ചു തന്നതിനാണ് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ വേണ്ടി. ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ മാസം, ഈ ഖുർആൻ ഇറങ്ങിയ മാസം നിങ്ങൾക്ക് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ അള്ളാഹു തന്നത് എന്നുള്ളതാണ് ഇവിടെ അവസാനം. എന്തിനാണ്? അപ്പൊ ഇതിൽ തന്നെ ഓരോ കാരണത്തിന് അള്ളാഹു ഓരോ ചെയ്യുന്നതിന്റെ ഇത് ഓരോരോ ഘട്ടമായിട്ടാണ് പറയുന്നത് അല്ലെ. അതായത് ഒന്നാമത് ഓക്കെ ഈ റമളാൻ മാസത്തില് അള്ളാഹു ഷഹ്റു റമളാന് മാസത്തിന്റെ പ്രത്യേകത ആദ്യം പറഞ്ഞു. ഉൻസില ഫീഹിൽ ഖുർആനാണ്. അതില് സന്മാർഗവും അടങ്ങുന്ന സത്യാസത്യ വിവേചനമുള്ള ആ മഹത്തായ ഗ്രന്ഥം ഇറങ്ങിയ മാസാണ് ഖുർആൻ. എന്നിട്ട് അള്ളാഹ് രണ്ടാമതായി പറയുന്നത് എന്താണ്? അതുകൊണ്ട് നിങ്ങൾ എന്താണ്, ആരെങ്കിലും ആ മാസം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും നോമ്പ് നോൽക്കണം. ഫലിയസുംഹ്. ഇനി ആരെങ്കിലും ആ മാസം ബുദ്ധിമുട്ടിലാണ്, യാത്രയിലോ വല്ലതിലോ ആണെങ്കിൽ നിങ്ങൾ എന്താണ്, വലിയ സുംഹ് മരീദോ അലാ സഫർ ആണെങ്കിൽ വേറെ ദിവസം വീട്ടിയാൽ മതി. അന്നേരം അള്ളാഹ് അതിന്റെ റീസൺ പറയുന്ന എന്താണ്? പിന്നെ ഈ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇളവ് തന്നെ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹ് നിങ്ങൾക്ക് ആശ്വാസാണ്. അല്ലാതെ ആ മാസം തന്നെ നോമ്പെടുത്തിട്ട് ഒരു രോഗി കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്ന ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അള്ളാഹ് പറയാണ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് ആശ്വാസാണ് തരുന്നത്, അല്ലാതെ നിങ്ങളെ നോമ്പെടുപ്പിച്ച് കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല അള്ളാഹുവിന്റെ ഉദ്ദേശം. മറിച്ച് വലാ യുരീദു ബിക്കുമുൽ യുസ്ര, അള്ളാഹ് നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസം ആഗ്രഹിക്കുന്നില്ല. വലിയ തുക്കുമിൽ നിങ്ങൾക്കൊരു എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അള്ളാഹു മറ്റൊരു ദിവസം നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ഇത് തരുന്നത്. എന്നിട്ട് എന്തിനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു അള്ളാഹു നിർബന്ധമാക്കിയത്? തുക്കബിറുല്ലാഹ്, അള്ളാഹുവിന്റെ തക്ബീർ മഹത്വപ്പെടുത്താനും ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാകാനും വേണ്ടിയാണ് ഇങ്ങനെ അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ ഒരു ആയത്ത് ഒരു കംപ്ലീറ്റ് ആയത്താണല്ലേ. ഓരോന്നിന്റെ റീസൺ അത് തന്നിട്ടുണ്ട്. ഇന്നത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തത്. ഇപ്പൊ ചില ഖുറാനിലെ ചില ആയത്തുകളിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അതായത് ഇപ്പൊ ഫിഖ്ഹിൽ ഇപ്പൊ മദ്യം എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് ഖുറാനിൽ അതിന്റെ പിന്നെ റീസൺ പറഞ്ഞിട്ടുണ്ടാവും. ആയത്തിന്റെ താഴെ അതിന്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ കൂടുതൽ തിന്മയാണ് മദ്യത്തിലുള്ളത്, നന്മ കുറച്ചാണ് കൂടുതൽ മദ്യത്തിൽ നിങ്ങൾക്ക് തിന്മയാണുള്ളത്. നേരെ മറിച്ച് ചില നിയമങ്ങൾക്ക്, അതായത് ചില കാര്യങ്ങൾ അള്ളാഹ് നമ്മുടെ മേലെ നിർബന്ധമാക്കി നിയമമാക്കുന്ന സമയത്ത് എല്ലാ നിയമങ്ങളുടെയും മഖസദ് കാരണം എന്താന്നുള്ള പറഞ്ഞിട്ടുണ്ടാവില്ല. അതിലൊരു എക്സാമ്പിൾ ആണ് എദ്ദ. ഇപ്പം ഭർത്താവ് മരിച്ചാല് 4 മാസം 10 ദിവസം എദ്ദ ഇരിക്കുക എന്നുള്ളതിന്റെ റീസൺ ആ ആയത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ എദ്ദ ഇരിക്കാൻ വേണ്ടിയിട്ട് സൂറത്ത് തലാഖിൽ പറയുന്നുണ്ട് അല്ലെ. പക്ഷെ അതിന്റെ കാരണം ആയത്തിൽ പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഞാൻ ഇത് നിർബന്ധമാക്കണത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ന് വിചാരിച്ച് നമുക്കത് ഞാൻ ഏതൊരു കാര്യത്തിന് നിയമത്തിന്റെയും ലോജിക്ക് അറിഞ്ഞിട്ടേ ഞാൻ ഫോളോ ചെയ്യൂ എന്ന് പറയുന്ന ഒരാൾക്ക് ഖുറാനിലെ എല്ലാ നിയമങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയില്ല, ലോജിക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഞാനത് പാലിക്കൂല എന്ന് പറയുന്ന ഒരു വ്യക്തി വിശ്വാസിയാവില്ല. അപ്പൊ ആദ്യം അത് പൂർണ്ണമായും ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയും പിന്നെ അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളിൽ ലോജിക്ക്, തീർച്ചയായും അള്ളാഹിന്റെ എല്ലാ നിയമങ്ങളും ഹിക്മത്തിൽ ഉള്ള നിയമങ്ങളാണ്. അള്ളാഹിന്റെ ഹിക്മത്തിൽ നിന്നുള്ള നിയമങ്ങളാണ്, അല്ലാതെ മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ വേണ്ടി എന്നുള്ളതല്ല അള്ളാഹിന്റെ ഇത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ജീവിതത്തിൽ പാലിച്ചേ പറ്റും.
അപ്പൊ ഇവിടെ ഈ ഒരു ആയത്തിൽ അള്ളാഹ് ഫുള്ള്, അതായത് ചില ആയത്തുകൾ ഇതുപോലെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏതൊരു കാര്യം നിയമം പറയുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ കാരണം കൂടി പറയാറുണ്ട് എന്ന്. അപ്പൊ ഇവിടെ യാത്രയിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതും അനുഷ്ഠിക്കാതിരിക്കുന്നതും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ഇവിടെ ഉള്ള ഒരു ഇളവ് തന്നിട്ടുണ്ട്. നിങ്ങൾ യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾ നോൽക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ യാത്രക്കാരും നോമ്പ് ഒഴിവാക്കണം നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുമില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്. ഒരാൾക്ക് നല്ല സുഖമാണ്, യാത്രയിൽ ഒരു പ്രയാസവും ഇല്ല, ജസ്റ്റ് കുറച്ച് അപ്പോഴേക്കും വീട്ടിലെത്തും, യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത യാത്രയാണ്, അയാൾക്ക് നോമ്പെടുക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ വേറൊരാളുടെ യാത്ര ഭയങ്കര പ്രയാസമാണ്, കുറേ ദൂരം ഉണ്ട്, വെള്ളം കിട്ടാൻ വഴിയില്ല, നോമ്പ് തുറക്കാൻ, അപ്പൊ അയാൾക്ക് നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാം. ഇങ്ങനെ അള്ളാഹു ഒരാൾക്ക് സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊന്നിച്ച് യാത്ര ചെയ്തിരുന്ന സഹാബത്തിൽ യാത്രയിൽ നോമ്പ് പിടിക്കുന്നവരും പിടിക്കാത്തവരും ഉണ്ടായിരുന്നു. അപ്പൊ നബിന്റെ കാലത്ത് തന്നെ യാത്ര ചെയ്യുമ്പോൾ പിടിക്കുന്നവരും പിടിക്കാത്തവരും ഉണ്ടായിരുന്നു. അവരിൽ ഒരു വിഭാഗവും മറ്റു വിഭാഗത്തെ ആക്ഷേപിച്ചിരുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതാണ്. നമ്മൾ ഓരോരുത്തർക്ക് അള്ളാഹ് ഒരു ഫ്രീഡം തരുമ്പോ അത് ചെയ്യാത്ത ആളെ നമ്മൾ പറയേണ്ടതില്ല. അത് അള്ളാഹ് ഓരോരുത്തരുടെ ഫ്രീഡത്തിന് കൊടുക്കുമ്പോ അയാൾക്ക് പുണ്യം ഉണ്ടാവും, ചെയ്യാത്ത ആൾക്കും പുണ്യം ഉണ്ടാവും, ചെയ്ത ആൾക്കും പുണ്യമുണ്ട്. അപ്പൊ അതാണ് അതിൽ. അപ്പൊ നമ്മൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറയുമ്പോഴാണ് നമ്മൾക്ക് തിന്മകൾ വരുന്നത്. അപ്പോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. തിരുമേനി തന്നെ ഈ യാത്രയിൽ ചിലപ്പോൾ നോമ്പനുഷ്ഠിക്കുകയും മറ്റു ചിലപ്പോൾ അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു യാത്രയിൽ തിരുമേനിയുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ അവശനായി തളർന്നു വീണു. ചുറ്റും ആളുകൾ തടിച്ചുകൂടി. സംഗതി എന്തെന്ന് തിരുമേനി അന്വേഷിച്ചപ്പോൾ നോമ്പ് കാരണം ക്ഷീണിച്ചതാണെന്ന് ജനങ്ങൾ പറഞ്ഞു. അപ്പോൾ തിരുമേനി അരുൾ ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. എത്രയും കഷ്ടപ്പെട്ട് ഒരാളോട് ഒരു ഇബാദത്ത് എടുക്കാനോ പ്രയാസപ്പെടുത്തുന്നോ, തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല. അപ്പൊ ഇദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? നോമ്പെടുത്തിട്ട് ക്ഷീണിച്ച് തളർന്നു വീണിരിക്കുകയാണ്. അപ്പൊ നബി പറയാണ്, ഇത് പുണ്യമല്ല, ഇത് പുണ്യമല്ല. യുദ്ധകാലത്ത് ശത്രുക്കളുമായുള്ള പോരാട്ടത്തിൽ ബലഹീനരാവാതെ ഇരിക്കേണ്ടതിന് നോമ്പ് പിടിക്കുന്ന തിരുമേനി പ്രത്യേകം നിരോധിച്ചിരുന്നു. അതായത് ഇപ്പൊ യുദ്ധത്തിന്റെ സമയത്ത് പ്രവാചകന് ആ സമയത്ത് യാത്രയാണ്, യുദ്ധമാണ്, ഒരുപാട് ക്ലേശം സഹിക്കേണ്ട. അപ്പൊ ആ സമയത്ത് നബി പറയാറുണ്ടായിരുന്നു, നമ്മൾ നോമ്പെടുക്കേണ്ടതില്ല, നമുക്ക് ശത്രുക്കളോട് പോരാടാന് ശക്തി ആവശ്യമുണ്ട്. അപ്പൊ ഈ സമയത്ത് ബലഹീനത വരാതിരിക്കാൻ നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന് പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു. അപ്പൊ അതായത് നമ്മുടെ അവസ്ഥക്കനുസരിച്ച് ഓരോരുത്തർക്കും തീരുമാനം എടുക്കാവുന്നതാണ്. പക്ഷെ ആ തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ ജീവയില്ലാതെ കഷ്ടപ്പെട്ട് ഇങ്ങനെ അരിച്ചരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല നോമ്പ്. അതിനാണ് അള്ളാന്റെ ഇളവ് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്നത്. അപ്പൊ അതിന് അള്ളാഹിനെ ഇങ്ങനെ ഒരു അടിമ ബുദ്ധിമുട്ടി ചെയ്യുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ അത് പുണ്യമല്ല എന്നാണ് ഇവിടെ നബി പറയുന്നത്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു, ഞങ്ങൾ നബി സല്ലല്ലാഹു തിരുമേനി ഒന്നിച്ച് 2 തവണ റമദാനിൽ യുദ്ധത്തിന് പോയിട്ടുണ്ട്. ബദർ യുദ്ധത്തിനും മക്ക വിജയത്തിനും 2 തവണയും ഞങ്ങൾ നോമ്പ് വിടുകയുണ്ടായി. അബ്ദുല്ലാഹിബ്നു ഉമർ പറയുന്നു, മക്ക വിജയഘട്ടത്തിൽ തിരുമേനി അരുൾ ചെയ്തു, ഇത് യുദ്ധ ദിവസമാണ്, അതുകൊണ്ട് നോമ്പ് മുറിച്ചുകൊള്ളുക. മറ്റു റിപ്പോർട്ടുകൾ ഇങ്ങനെയും വന്നിട്ടുണ്ട്, നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നോമ്പ് മുറിച്ചുകൊള്ളുക, അത് നിങ്ങൾക്ക് ശക്തി നൽകും. അതായത് യുദ്ധത്തിന് സമയത്ത് നബി നോമ്പെടുക്കാതിരിക്കാനാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞത്. കാരണം യുദ്ധമാണ് അവിടെ ഇമ്പോർട്ടന്റ് അല്ലേ, ശക്തി വേണം. യാത്രയിൽ പൊതുവെ എത്ര ദൂരമുണ്ടെങ്കിലാണ് നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുള്ളത് എന്ന പ്രശ്നത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ നിർദ്ദേശം ഒന്നും ലഭിക്കുന്നില്ല. സഹാബത്തിന്റെ 10 മിനിറ്റ് ഉണ്ടോ സാർ? സഹാബത്തിന്റെ നടപടി ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളാണ്. സാധാരണയായി യാത്ര എന്ന് പറയാവുന്നതും ഒരു യാത്രക്കാരന്റെ അവസ്ഥ മനുഷ്യന് വന്നു ചേരുന്നതുമായ വഴിദൂരം നോമ്പ് ഉപേക്ഷിക്കാൻ മതിയെന്ന അഭിപ്രായമാണ് ശരി. ഒരാൾ യാത്ര ആരംഭിക്കുന്ന ദിവസം തന്നെ അവന് നോമ്പ് ഉപേക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നതിൽ ഭിന്നാഭിപ്രായമില്ല. വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് യാത്ര ആരംഭിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഉടൻ ഭക്ഷണം കഴിക്കാം. 2 രൂപവും സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടാണ്. ഒരു നാടിന് ശത്രുക്കൾ ആക്രമിക്കുന്ന പക്ഷം അവിടുത്തുകാർക്ക് യുദ്ധത്തിന് വേണ്ടി നോമ്പ് ഉപേക്ഷിക്കാമോ എന്ന പ്രശ്നത്തിൽ പണ്ഡിതന്മാർക്കുള്ള ഭിന്നാഭിപ്രായം ഉണ്ട്. അനുവദനീയമല്ലെന്നാണ് ചിലരുടെ അഭിപ്രായം. അങ്ങനെ ഇതില് ചരിത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ പല പല അവസ്ഥകൾ വരുമ്പോൾ ഇതില് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ മാസത്തില് പിന്നെ നോമ്പ് അതായത് റമദാനിൽ മാത്രമേ നോമ്പ് അനുഷ്ഠിക്കാവൂ എന്ന് അള്ളാഹു നിജപ്പെടുത്തിയിട്ടില്ല. ശരീഅത്തിന്റെ ദൃഷ്ടിയിൽ ന്യായമായ പ്രതിബന്ധം കാരണം നോമ്പെടുക്കാത്തവർ മറ്റു ദിവസങ്ങളിൽ നോമ്പ് വീട്ടിയാലും മതി. നിങ്ങൾക്ക് നൽകിയ ഖുർആൻ ആകുന്ന അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്താനുള്ള അമൂല്യാവസരം വാഴായി പോവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സംഗതി കൂടി ഗ്രഹിക്കണം. റമദാനിലെ നോമ്പ് ഒരു ആരാധനയും ഭക്തിയുടെ പരിശീലനവും മാത്രമല്ല കണക്കാക്കിയിട്ടുള്ളത്. ഇവിടെ ഈ ആയത്തിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്,
നോമ്പ് എന്ന് പറയുന്നത് വെറും ഒരു ഇബാദത്തായി മാത്രം കാണരുത്, മറിച്ച് അള്ളാഹു നൽകിയ വിശുദ്ധ ഖുർആനാകുന്ന മഹത്തായ അനുഗ്രഹത്തിലുള്ള കൃതജ്ഞത, നന്ദി കൂടിയാണ് ഈ നോമ്പ്. കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന ഉത്തമ മാർഗം അനുഗ്രഹദാതാവിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ സർവാത്മന തയ്യാറാവുക എന്നതാണ്. നമുക്ക് വിശുദ്ധ ഖുർആൻ നൽകിയതിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാനുള്ള മാർഗം ഗ്രഹിച്ച് നാം അതനുസരിച്ച് ജീവിക്കുകയും ലോകത്തെ അതിലൂടെ നയിക്കുകയുമാണ്. ഈ ഉദ്ദേശം അനുസരിച്ച് നമ്മെ തയ്യാറാക്കാനുള്ള അത്യുത്തമ മാർഗം എത്ര? നോമ്പ്. അതിനാൽ ഖുർആൻ അവതരിച്ച മാസത്തിലെ നമ്മുടെ നോമ്പ് ഒരു ആരാധനയോ ധാർമ്മിക സംസ്കരണമോ മാത്രമല്ല, ഖുർആനാകുന്ന അനുഗ്രഹത്തിന് അനുയോജ്യമായ കൃതജ്ഞതാ പ്രകടനം കൂടിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ആയത്തിന്റെ ബേസിൽ റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് മൂന്ന് ഉദ്ദേശമാണ്. ഒന്ന്, തീർച്ചയായും അത് ഇസ്ലാം കാര്യത്തിലെ 5ആയ നമസ്കാരത്തിന് ശേഷമുള്ള ഒരു ഇബാദത്താണ് നോമ്പ്, ഫർദ് നോമ്പ്. രണ്ടാമത് പിന്നെ നമ്മുടെ ധാർമ്മിക സംസ്കരണം. അതെങ്ങനെ? സ്വന്തത്തിനോട് പൊരുതി ജിഹാദ് ചെയ്ത് നമുക്ക് അനുവദനീയമായ, കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നു, അള്ളാഹു അനുവദനീയമാക്കിയ ഭക്ഷണ പാനീയങ്ങൾ പോലും, ഹലാലായ പാനീയങ്ങൾ പോലും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി പറഞ്ഞത് കൊണ്ട് ചെയ്യരുത്. ആ അരുത് എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതിനെ സ്വന്തം ശരീരത്തില് പാലിക്കാൻ വേണ്ടിയിട്ട് ഹലാലായത് കണ്ടിട്ട് പോലും അള്ളാഹിനെ പേടിച്ചിട്ട് അത് സ്വന്തത്തിന് ഹറാമാക്കുക, അല്ലെ, നിരോധിക്കുക. ഇത്ര സമയത്തിന് എന്നോട് പറഞ്ഞതാണ് തിന്നരുത്, കുടിക്കരുത്. അപ്പൊ അള്ളാഹിന്റെ നിയമങ്ങൾ, ഇത്രയും ഹലാലായ കാര്യം പോലും സ്വന്തത്തിന് അള്ളാഹ്ക്ക് വേണ്ടി ത്യജിക്കുമ്പോ ഹറാമാക്കിയ പന്നിമാംസം, മദ്യം, അതുപോലെ കൊല, ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാതിരിക്കാൻ തീർച്ചയായും മനുഷ്യന് അതിന് സാധിക്കും. ഇത്തരത്തിലുള്ള സ്വന്തത്തിലുള്ള ഒരു സംസ്കരണ മാർഗം, ട്രെയിനിങ് ആണ് റമദാൻ. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. അപ്പൊ ആ റമദാനില് ഖുർആനോടുള്ള നന്ദി പ്രകാശനം കൂടിയാണ് ഈ ഒരു പിന്നെ നോമ്പ്. പക്ഷെ അത് എങ്ങനെയാണ് ഖുർആനോടുള്ള നന്ദിയാകുന്നത്? ഇവിടെ പറയുന്നത്, ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് ഇറക്കി തന്ന നിയമനിർദ്ദേശങ്ങളെ സ്വന്തം ജീവിതത്തിൽ പാലിക്കണമെങ്കിൽ ശരിക്ക് നല്ലോണം സ്വന്തത്തിനോട് ജിഹാദ് ചെയ്ത് സ്വന്തത്തെ ശരിയാക്കി എടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ഖുർആനിക നിയമങ്ങൾ സ്വന്തം ജീവിതത്തിൽ പാലിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത്തരത്തില് ആ ഖുർആനോടുള്ള, അത് ഇറങ്ങിയ ഉടനെ തന്നെ ആ മാസം തന്നെ, ഇപ്പൊ ഒരാൾ നമ്മള് എന്താ പറയാ, ഏറ്റവും അതിപ്പോ ഏതൊരു സാധനം നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യുമ്പോഴല്ല അതിന് പ്രതിഫലം ഉണ്ടാവുക. അതായത് ഇപ്പോ ഒരാൾ രോഗിയായി, ആ രോഗിയായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ 2-ാം ദിവസം തന്നെ പോയി അതിനെ വിസിറ്റ് ചെയ്യുന്നതും ഒരു മാസം കഴിഞ്ഞിട്ട് അതിനെ വിസിറ്റ് ചെയ്യുന്നതും എന്താണ്, രണ്ടും ഭയങ്കര വ്യത്യാസമാണ്, അല്ലെ, അള്ളാന്റെ മുന്നിൽ. കാരണം ഒന്ന്, എത്രയോ നമ്മൾ മുൻഗണന കൊടുക്കുകയാണ് ആ ഒരു രോഗിക്ക്. രണ്ടാമത് നമ്മൾ അതൊരു കുറെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴതും വ്യത്യാസമില്ല. അപ്പൊ അതുപോലെ ഇത് റമദാൻ മാസം, ഖുർആൻ ഇറങ്ങിയ മാസം, ആ ഒരു അതിഥി വന്ന മാസം, ആ മാസം തന്നെ നോമ്പെടുത്തുകൊണ്ട് അതിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ഏറ്റവും നല്ല നന്ദി ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം കൂടിയാണ് ഇതെന്ന് പറയുന്നു. ഇവിടെ ഈ ഖുർആനിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഒരുപാട് ഈ ശരിക്കും നമ്മള് ഈ ഖുർആൻ നമുക്ക് അനുഗ്രഹം എന്ന് മനസ്സിലാവുക, ഖുർആൻ ഇല്ലാതെ ജീവിക്കുന്ന, അന്ധകാരത്തിൽ ജീവിക്കുന്ന ആളുകളെ കൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ്. ഒരു ഗൈഡൻസും ഇല്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തിരിയാതെ ജീവിക്കുന്ന ഒരു ജനസമൂഹം ശരിക്കും നമുക്ക് കിട്ടിയ അനുഗ്രഹം മനസ്സിലാവാത്തത് അത്തരത്തിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മൾ ജന്മം മുതലേ ഇതിലേക്ക് വരുന്നത് കൊണ്ട് വീട്ടുകാരോടിലൂടെ നമ്മൾ ശരിയെന്ത് തെറ്റെന്ത് എന്നിങ്ങനെ ഡെയിലി കേട്ട് നമ്മുടെ ജീവിതത്തിൽ അത് തെറ്റ് ശരി എന്താന്ന് നമുക്ക് ശരിക്കും നമുക്കറിയാം. പക്ഷെ ചില സന്ദർഭങ്ങൾ നമ്മൾ വീക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിന്റെ രണ്ടാമത്തെ പടിയാണ്. പക്ഷെ നമുക്ക് ഇൽമുണ്ട്, അല്ലെ, എന്താണ് ശരി എന്താണ് തെറ്റ്. പക്ഷെ ഇതറിയാത്ത എന്തോരം ജനസമൂഹം ശരിക്കും ഇരുട്ട് എന്ന് തന്നെ പറയാം. അവർക്ക് മനസ്സിലാകുന്നില്ല അവരെന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം. ഇപ്പൊ പ്രവാചകന് പെട്ട ഒരു അവസ്ഥ 40-ാം വയസ്സിന് മുന്നേ അതായിരുന്നല്ലോ. കുറേ ഈ മനുഷ്യന്മാർ കഅബക്ക് മുന്നിൽ നഗ്നരായിട്ട് ഈ പിന്നെ തവാഫ് ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിനെ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഒരുപാട് വിഗ്രഹങ്ങൾ. പക്ഷെ എന്താണ് ഇതിന്റെ ശരി, ഇവരോട് എന്ത് പറയണം, എങ്ങനെ പറയണം, എന്താണ് ഇതിപ്പോ ചെയ്യരുത് എന്ന് പറയുമ്പോ അവരോട് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതിനുള്ള ഒരു അറിവ് പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ്
പ്രവാചകൻ അള്ള തെരഞ്ഞെടുത്തുകൊണ്ട് വഹി നൽകുന്നത്. അപ്പൊ അതൊരു അള്ള തന്നെ പറയുന്നുണ്ട്, നീ ഒന്നും അറിയാത്തവനായിരുന്ന സമയത്ത് ഞാൻ നിന്നെ നരമാർഗത്തിലേക്ക് നയിച്ചു. അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു അനുഗ്രഹം മനസ്സിലാണ്, ഖുർആന്റെ വില മനസ്സിലാണ്. നമ്മൾ അല്ലാത്തൊരു സമയത്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. രണ്ടാമത്തത്, അപ്പൊ ഇതിന്റെ ഈ ഒരു ഖുർആൻ, അത്രയും വലിയ ഖുർആനോടുള്ള നന്ദി സൂചകമാണ്. അതിനോട് നമ്മൾ നോമ്പെടുത്തുകൊണ്ട് സ്വന്തം ദേഹേച്ഛയോട് പൊരുതിക്കൊണ്ട് ആ ഖുർആനിലെ നിയമങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് എടുക്കാൻ വേണ്ടി 30 ദിവസം നോമ്പെടുത്ത് അതിനെ ശരിപ്പെടുത്തി എടുക്കുക എന്നുള്ളത് അതിനുള്ളൊരു വലിയ അതിനുള്ള നന്ദി പ്രകടനമാണ് എന്നാണ് അതിൽ പറയുന്നത്. അതുപോലെ പിന്നെ ചില ആളുകള് ഈ നോമ്പിനെ, പുറത്തുള്ള ആളുകള് നോമ്പിനെ ഒരു പ്രയാസമായിട്ട് പറയുന്നുണ്ട്. എന്തിനാണ് ഇത്തരം മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ശരിക്കും മനുഷ്യന് തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ട മനുഷ്യനല്ലേ? ഇത് തഫ്സീറിൽ പറയുന്നതാണ്. അവനെ ഇങ്ങനെ തിന്നരുത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനോട് ഒരു നിയമം വെക്കുന്നത് കഷ്ടമാണ്, അത് ചെയ്യരുത് എന്ന് പറയുന്ന ആളുകളുടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ എന്ന് പറയുന്നത് മൃഗത്തെ പോലെയല്ല. മനുഷ്യൻ മൃഗം ഇപ്പൊ ഒരു കുതിരനെ നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനൊന്നും കൊടുക്കാതെ ഇടുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ആ മൃഗം എന്ന് പറയുന്നത് അതിന് ബുദ്ധിയോ ആത്മാവ് ഇതൊന്നുമില്ല. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്നത് അത് വെറും ഒരു മൃഗത്തെ പോലെ വെറും ഒരു ശരീരം മാത്രമല്ല, ഒരു ആത്മാവ് എന്ന് പറയുന്ന ഇതും കൂടി ഉണ്ട്. അപ്പൊ ഈ ശരീരത്തിനാണ് അന്നപാനീയങ്ങൾ ആവശ്യമുള്ള മനുഷ്യന്റെ ഒരു ഭാഗം. എന്നാൽ ആത്മാവ് എന്ന് പറയുന്ന മൃഗങ്ങൾക്ക് ഇല്ലാത്തൊരു സാധനമുണ്ട്, മനുഷ്യന് ആത്മാവ്. ആ ആത്മാവിന്റെ വളർച്ചക്ക്, ഇപ്പൊ ഈ ഭക്ഷണവും പാനീയം എന്തിനാണ്? ശരീരത്തിന്റെ വളർച്ചക്കും പുഷ്ടിക്കുമാണ്. എന്നാൽ ആത്മാവിന്റെ വളർച്ചക്കും പുഷ്ടിക്കും എന്താ വേണ്ടത്? സ്വന്തത്തെ നിയന്ത്രിച്ച് പട്ടിണിയൊക്കെ ഇട്ട് സ്വന്തത്തിനോട് ജിഹാദ് ചെയ്ത് പൊരുതി കൺട്രോൾ ചെയ്ത് നിർത്തി അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ആത്മാവിനെ സമർപ്പിക്കുക എന്നുള്ള ഒരു ഇത് അവിടെ ഉണ്ട്. അതിലൂടെയാണ് മനുഷ്യന്റെ ആത്മാവില് വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ നോമ്പെടുക്കരുത് എന്ന് പറയുന്ന ആളുകൾ ശരിക്കും ഭൗതികമായി വെറും ശരീരാന്ന് കാണുന്നവർക്ക് അത് വലിയ പ്രയാസമായിട്ട് തോന്നും. പക്ഷെ ആത്മാവുള്ള ഒരു ശരീരത്തിന് നോമ്പ് ആവശ്യമാണ് അവന്റെ സംസ്കരണത്തിന് എന്നാണ് തഫ്സീറിൽ പറയുന്നത്. ഇത്രയാണ് ഇതിലുള്ളത്. ഇപ്പൊ ഇതിന്റെ സമയം ഇപ്പൊ തീരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ആയത്ത് സ്ഥിരമായിട്ട് നമ്മൾ അഹ്ൽ റമദാനിലൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ ആ സമയത്ത് പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആമീൻ ബിറഹ്മതിക. ബിസ്മില്ലാഹ്.